കാണുന്നുണ്ടോ? ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമനവമി പരിപാടികളുടെ പരമ്പരയിലേക്ക്, പ്രത്യേകിച്ച് വൈകുന്നേരത്തെ പ്രഭാഷണ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പ്രഥമ ആരംഭിച്ചിട്ടില്ല, രാത്രി ആരംഭിക്കുള്ളൂ. ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഒക്കെ ആയിട്ട് അമാവാസിയാണ്. നാളെയാണ് കലണ്ടറൊക്കെ പ്രഥമ കാണുള്ളൂ. അപ്പൊ നാളെ മുതൽക്ക് തുടങ്ങിയാലും മതി. പക്ഷെ 9 ദിവസം തളിച്ച് കിട്ടില്ല. ഇടയിലൊരു ദിവസം രണ്ടും കൂടി കയറി വരുന്നുണ്ട്. 2 തിഥികൾ ഒന്നിച്ച് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് 9 ദിവസം കിട്ടാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം എന്തായാലും ഈ 6 മണിക്ക് ശേഷം പ്രഥമ ആരംഭിക്കുന്നുണ്ട്. വൈകുന്നേരം വരയ്ക്കേ ഉള്ളൂ അമാവാസി. അപ്പോ നമ്മൾ രാമനവമിയുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ നവമി വരേക്കുള്ളതായിട്ട് ദിവസങ്ങൾ. ഈ സമയത്ത് ഒരു സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലേക്ക് അത് ബാധകമല്ല.
മറ്റു ദേശങ്ങൾ, വിദേശ രാജ്യങ്ങൾ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭൂമിയുടെ മറുഭാഗത്തുള്ളവർക്കൊക്കെ അത് അനുഭവമാകും. ഒരു ഭാഗികമായിട്ടുള്ള സൂര്യഗ്രഹണം. എന്തായാലും സൂര്യഗ്രഹണ സമയത്ത് നമ്മളൊക്കെ നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് കൂടിയിരിക്കുകയാണ്. അതും നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന വിഷയം പുരുഷ സൂക്തം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള എല്ലാ വേദങ്ങളിലും മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള സൂക്തമാണ് പുരുഷ സൂക്തം. സൂക്തങ്ങളിൽ വെച്ച് പ്രധാന സൂക്തമാണ് പുരുഷ സൂക്തം. അപ്പൊ ആ സൂക്തമാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലാനും പഠിക്കാനും ഒക്കെ പോകുന്നത്. അപ്പൊ അതൊരു ഭാഗ്യം. നാളെ മുതൽക്ക് ഒരു നവരാത്രി ആരംഭിക്കുകയാണ്. ചൈത്ര നവരാത്രി, ചൈത്രമാസത്തിലെ നവരാത്രി. ചൈത്രം ആരംഭിക്കുകയാണ്. അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയാൽ പ്രഥമ മുതൽ നവമി ദശമി വരയ്ക്കും വടക്കേ ഇന്ത്യയിലൊക്കെ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ ആശ്രമങ്ങളിലൊക്കെ ചൈത്ര നവരാത്രി ദേവി ഉപാസകന്മാർ വളരെ നല്ല രീതിയിൽ ആചരിക്കുന്നു. അപ്പൊ ആ ചൈത്ര നവരാത്രിയും വരുന്നു. എല്ലാം കൊണ്ടും നല്ല ദിവസം. പിന്നെന്തൊക്കെയോ ജ്യോതിഷപരമായിട്ട് ശനിയുടെ മാറ്റം അല്ലെ, എന്തോ വലുതായിട്ട് കൊണ്ടാടുന്നില്ല എല്ലാവരും. നല്ലതിനുള്ള മാറ്റമാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്താണ് അല്ലെ ശനിയാഴ്ചയായിട്ടുള്ള ഇന്ന് ശനിയുടെ മാറ്റ സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്ന് നമ്മൾക്ക് ശനിയുടെ ഒരു ദോഷവും ഇല്ലാതിരിക്കാനും അനുഗ്രഹത്തിനായിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുന്നു. എല്ലാം കൊണ്ടും ഒരു നല്ല സമയമാണ് നമ്മളിപ്പോ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. രാമനവമി എല്ലാ വർഷവും ഇവിടെ വളരെ ഭംഗിയായി ആചരിച്ചു വരുന്നു. 9 ദിവസവും പല സാംസ്കാരിക പരിപാടികൾ ഉണ്ടാവും. രാവിലെ നേരങ്ങളിൽ ഇവിടെ സംഗീത പരിപാടികളും മറ്റു പല പരിപാടികളും ഒക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ 5 മുതൽ 6:15 വരെയാണ് നമ്മുടെ പ്രഭാഷണം. അത് കഴിഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞ് കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ പല സംഗീതം അല്ലെങ്കിൽ നൃത്തം അങ്ങനെയുള്ള പല പരിപാടികളും കലാപരിപാടികളൊക്കെ ഉണ്ട്. അവസാന ദിവസം രാമനവമി ദിവസം ഭഗവാന്റെ ഗംഭീരമായിട്ടുള്ള എഴുന്നള്ളത്തും വലിയ അന്നദാനവും എല്ലാം കൂടിയിട്ടുള്ള സമർപ്പണം. എല്ലാവരും അതിൽ പങ്കെടുത്ത് ധന്യരായി തീരുക. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഈ പ്രഭാഷണ പരമ്പരകളിൽ എല്ലാവരും വരിക. ഭാഗ്യമുള്ളവർ, യോഗമുള്ളവരൊക്കെ വരട്ടെ അല്ലേ. നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പുരുഷ സൂക്തം എന്ന വിഷയത്തിന്റെ വ്യാഖ്യാനമാണ്. നമ്മളിവിടെ എടുക്കാത്ത വിഷയങ്ങളില്ല. അത്രയും എല്ലാ രാമനവമിക്കും തുടർച്ചയായിട്ട് നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ നവരാത്രി കാലത്ത് പല വിഷയങ്ങൾ പ്രത്യേകിച്ച് ദേവീപരമായിട്ടുള്ളതും മറ്റുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കർക്കിടക മാസം മുഴുവൻ രാമായണം, അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും എല്ലാം നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഏതാണ് ഇവിടെ വിഷയം വേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുരുഷ സൂക്തം ഇവിടെ എടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അതായിക്കോട്ടെ ഇവിടുത്തെ വിഷയം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്കതിലേക്ക് പ്രവേശിക്കാം. 4 വേദങ്ങളിലും പുരുഷ സൂക്തം ഉണ്ട്. മന്ത്രങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏറ്റവും കൂടുതൽ മന്ത്രങ്ങളുള്ളത് യജുർവേദത്തിലാണ്. മഹാനാരായണ ഉപനിഷത്ത് എന്ന് പറയുന്ന ആ ഭാഗത്ത് 24 മന്ത്രങ്ങളാണ് യജുർവേദത്തിലെ പുരുഷ സൂക്തത്തിന്. അതിൽ ആദ്യത്തെ 18 ഒന്നാം പ്രഥമ അനുവാഗമെന്നും ഉത്തര അനുവാഗം എന്ന് പറഞ്ഞ് പിന്നൊരു അഡീഷൻ കൂടിയുണ്ട്, എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. അത് 6
ഖണ്ഡങ്ങളാണ്, 6 മന്ത്രങ്ങളാണ്. അപ്പൊ അങ്ങനെ 18ഉം 6ഉം 24 മന്ത്രങ്ങൾ യജുർവേദത്തിലുണ്ട്. അതിന്റെ വ്യാഖ്യാനമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഋഗ്വേദത്തിലും സമാനം തന്നെയാണ്, പക്ഷെ 24 ഇല്ല, 16 മന്ത്രങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 18 എന്ന് പറഞ്ഞില്ലേ യജുർവേദത്തില്, അതില് 2 മാറി ഒഴിവായി, ബാക്കി 16 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിന്റെ ടെക്സ്റ്റാണ്. 16 മന്ത്രങ്ങളെ അതിലുള്ളൂ. നമുക്ക് എന്തായാലും അത് വെച്ച് തുടങ്ങാം. അതില് യജുർവേദത്തിന്റെ മന്ത്രങ്ങൾ കൂടി നമുക്കിത് കഴിയാറാവുമ്പോൾ കൂട്ടാം. അവസാന ദിവസങ്ങളിലല്ലേ വേണ്ടു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ തൽക്കാലം ഇത് മതി. പുരുഷസൂക്തം ചൊല്ലാൻ പഠിക്കുകയാണെങ്കിൽ അത് സ്വരത്തോടുകൂടി പഠിക്കണം. വേദമന്ത്രങ്ങളാണ്, വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാണ് പുരുഷസൂക്തം. അപ്പൊ അതൊരു സാമാന്യം സ്വരശുദ്ധിയോടുകൂടി തന്നെ ചൊല്ലേണ്ടതുണ്ട്. വൈദികങ്ങളായ മന്ത്രങ്ങളൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് ഈ സൂക്തങ്ങളൊക്കെ സ്വരത്തോടുകൂടി പഠിച്ചു ചൊല്ലുന്നതാണ് അതിന്റെ ഒരു മര്യാദ, അതിന്റെ ഒരു വിധി. അല്ലാതെയും ഇഷ്ടംപോലെ ആളുകൾ ചൊല്ലുന്നുണ്ട്. അത് സ്വന്തം ഉപാസനയ്ക്ക് വേണ്ടി ആവാം. പബ്ലിക് പ്രസന്റേഷൻ പാടില്ല. മറ്റൊരാൾ കേൾക്കാത്ത രീതിയിൽ സ്വന്തം ഉപാസനയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് സ്വരമില്ലാതെയും ചൊല്ലി ശീലിക്കാം. മറ്റൊരാൾ കേൾക്കുമ്പോൾ എന്തായി, ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾ വിചാരിക്കും, ഓ ഈ മന്ത്രം ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. നിങ്ങളെ പ്രമാണമായിട്ടെടുക്കും. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനു വർത്തതേ. അല്ലെ, അവരെ സംബന്ധിച്ച് നിങ്ങളാണ് ശ്രേഷ്ഠൻ. അവർക്കറിയാത്തൊരു കാര്യം നിങ്ങൾ ചൊല്ലുന്നു. അത് ചിലപ്പോൾ മക്കൾക്ക് അമ്മയാവാം, അനിയത്തിക്ക് ജ്യേഷ്ഠത്തിയാവാം, അല്ലെങ്കിൽ അച്ഛനാവാം, ജ്യേഷ്ഠനാവാം, അല്ലെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരും ആവാം. അപ്പൊ അവര് ഈ സ്വരമില്ലാതെയും അഥവാ സ്വരം തെറ്റിച്ചും ഒക്കെ ചൊല്ലുകയാണെങ്കിൽ അതിനെ മറ്റുള്ളവർ കേട്ട് പഠിച്ച് പ്രമാണമാക്കിയാൽ ഇങ്ങനെയാണ് പുരുഷസൂക്തം ചൊല്ലേണ്ടത് അവര് അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വരും തലമുറകളിലേക്ക് കടക്കും തോറും അത് പിന്നെയും 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 അതിന് കോട്ടം സംഭവിക്കും. അപ്പൊ ഈ സ്വരങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മന്ത്രങ്ങൾക്ക് യാതൊരു മാറ്റവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വരത്തോടുകൂടി പരമ്പരയാ ഗുരുമുഖത്തുനിന്ന് പഠിച്ച് ചൊല്ലുമ്പോൾ അതിൽ ശ്രദ്ധ ഉണ്ടാകുമ്പോൾ അത് എന്താ പറയുക, യാതൊരു വൈകല്യവുമില്ലാതെ കേടുപാടുകളില്ലാതെ സംരക്ഷിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വര നിശ്ചയങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഛന്ദസ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ. അപ്പോ നമ്മൾ പബ്ലിക് പ്രസന്റേഷൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഇരുന്നിട്ടോ മറ്റുള്ളവർക്ക് കേൾക്കുന്ന രീതിയിലോ മൈക്ക് വെച്ചിട്ടോ ഒന്നും ഈ സ്വരമില്ലാതെ ചൊല്ലരുത്. അവനവന്റെ പൂജാമുറിയിൽ ഇരുന്ന് വേറെ ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഉപാസനയ്ക്ക് വേണ്ടി ചൊല്ലാം. ഇത് എന്താ പറയുക, ഒരു സമ്പ്രദായമാണ്, പാരമ്പര്യമാണ്. അപ്പൊ നമ്മൾ അതിനെ ബഹുമാനിക്കണം. വേദങ്ങൾ, വേദമന്ത്രങ്ങൾ സ്വരങ്ങളോടുകൂടി തന്നെ ചൊല്ലുക എന്നുള്ളത് പൂർവികർ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിധിയാണ്. നമ്മൾ പൂർവികരെ ധിക്കരിക്കണോ? വേണോ? നമുക്കത് ശീലമില്ലല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ധിക്കാരികളാവാതിരിക്കുക, അനുസരണയുള്ളവരായിരിക്കുക. അപ്പൊ അവരുടെ അനുഗ്രഹം ഉണ്ടാവും. ആ ഗുരു പരമ്പരകളുടെ മുഴുവൻ അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇത് നോക്കിയിരുന്നോളൂ. ഞങ്ങളൊക്കെ ഗുരുകുലത്തില് സാമാന്യം എന്നും ചൊല്ലുന്നതാണ്. അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ ചൊല്ലാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറവുകളൊക്കെ ഉണ്ടാവാം, പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല. കാരണം അത് വരണമെങ്കിൽ ദിവസവും അത് അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ നമ്മൾ ദിവസവും ഒന്നും അഭ്യസിക്കാറില്ല. ആവശ്യം വരുമ്പോൾ മാത്രമേ പൂജാദികൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. അഭിഷേകങ്ങൾ, പൂജകൾ ഇതൊക്കെ വരുമ്പോൾ ഉപയോഗിക്കും. അല്ലാത്തപ്പോൾ റെഗുലർ ബേസിൽ നമ്മൾ ചൊല്ലാറില്ല. അതുകൊണ്ടുള്ള കുറവുകൾ ഉണ്ടാവാം. എങ്കിലും സാമാന്യം നന്നായിട്ട് തന്നെ ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള
പേപ്പർ നോക്കിയിരുന്നോളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മൾ ചൊല്ലുമ്പോൾ ആ സ്വരം കൂട്ടുന്നുണ്ട്. അപ്പൊ ചിലർക്കൊക്കെ ഗും 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 എന്നൊക്കെ ഈ അനുസ്വാരത്തെ ഒരു ഗും എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ഉച്ചരിക്കുക. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. പുരുഷ ഏവേദം സർവം എന്ന് നിങ്ങളുടെ കാണും. അത് പുരുഷ ഏവേദം ഇതം എന്നുള്ളതിന് ഇതഗും നായി മാറും. അപ്പൊ അതുപോലെ പല ഭാഗത്തും വരും. അതുപോലെ ആ സ്വരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നമുക്ക് സ്വരസഹിതമായിട്ടുള്ള പ്രിന്റ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. മാഷ അപ്പളയ്ക്കും ഇതെടുത്തിട്ടുണ്ട്. തൽക്കാലം കയ്യിലിരിക്കട്ടെ. നമുക്ക് സ്വരസഹിതമായിട്ടുള്ളത് സംഘടിപ്പിക്കാം അല്ലേ മാഷേ? അപ്പൊ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ പുരുഷ സൂക്തത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ പുരുഷ സൂക്തത്തിന് സാധാരണമായിട്ട് ഒരു ശാന്തി മന്ത്രം ചൊല്ലാറുണ്ട്. അത് നിർബന്ധമില്ലാത്തതാണ്. ചില സമ്പ്രദായങ്ങൾ നിർബന്ധമായിട്ട് അവര് ചൊല്ലുകയും ചെയ്യും. എല്ലാവർക്കും നിർബന്ധമില്ല. ആ പുരുഷ സൂക്തം ഡയറക്റ്റ് തന്നെ ചൊല്ലാവുന്നതാണ്. ഞാൻ ആ ശാന്തി മന്ത്രം ഒന്ന് കേൾപ്പിക്കാം. ഓം തത്സം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ചിഗാതു ഭേഷജം സന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി പുരുഷ സൂക്തത്തിലേക്ക് വരാം. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദ്ദശാംഗുലം പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വസ്യേശാനഃ യദന്യേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗംശ്ച പൂരുഷഃ പാദോऽസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ത്രിപാദൂർധ്വ ഉദൈത് പുരുഷഃ പാദോऽസ്യേഹാപമാത് പുനഃ തദോ വിശ്വം വ്യഗ്രാമത് സാസനാനസനേ അഭി തസ്മാത് വിരാടജായത വിരാജോ അധിപൂരുഷഃ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമദോ പുരഃ യത്പുരുഷേണ ഹവിഷാ ദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീതാജ്യം ഗ്രീഷ്മ ഇദ്മഃ ശരദ്ധവിഃ സപ്താസ്യാസൻ പരിതയഃ ത്രിസപ്തഃ സമിധഃ കൃതാഃ ദേവാ യജ്ഞം തന്മാനാഃ അബധ്നൻ പുരുഷം പശും തൈയജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യാ ഋഷയശ്ച യേ തസ്മാദ്യജ്ഞാൽ സർവഹുതഃ സംവൃതം പൃഷദാജ്യം പശോഗസ്താഗശ്ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ച യേ തസ്മാദ്യജ്ഞാൽ സർവഹുതഃ ഋചഃ സാമാനി ജജ്ഞിരേ ഛന്ദാഗംസി ജജ്ഞിരേ തസ്മാദ് യജുസ്തസ്മാദജായത തസ്മാദശ്വാ അജായന്ത ഏകേചോഭയാഗതഃ ഗാവോഹ ജജ്ഞിരേ തസ്മാദ് തസ്മാജ്ജാഗാ അജാവജഃ യത്പുരുഷം വ്യദദുഃ കദിഥാ വ്യകൽപയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരൂപാദാവുച്യേതേ
ब्राह्मणोऽस्य मुखमासीद बाहुराजन्यकृतः ऊरु तदस्य यद्वैश्यः पद्भ्यागं शूद्रो अजायत चन्द्रमा मनसो जातः चक्षो सूर्यो अजायत मुगादिन्द्रश्चाग्निश्च प्राणाद्वायुरजायत नाभ्या आसीदन्तरिक्षम् शीर्ष्णौ द्यौ समवर्तत पद्भ्यां भूमिर्दिशस्रोत्राद् तथा लोकागम् अकल्पयन् वेदाहमेतं पुरुषं महान्तम् आदित्यवर्णं तमसस्तु पारे सर्वाणि रूपाणि विजित्य धीरः नामानि कृत्वा विवदन् यदास्ते दादा पुरस्ताद्यमुदा जहार चक्रप्रविद्वान् प्रदिशश्चतस्रः तमेवं विद्वानमृत इह भवति नान्यः पन्था अयनाय विद्यते यज्ञेन यज्ञमयजन्त देवाः तानि धर्माणि प्रथमान्यासन् तेहनाकं महिमानः सचन्दे यत्र पूर्वे साध्या सन्ति देवाः ॐ नमो नारायणाय अभ्यः सम्भूतः पृथिव्यैरसा च विश्वकर्मणः समवर्तदाधि तस्य त्वष्टाविदधद्रूपमेति तत्पुरुषस्य विश्वमाजानमग्रे वेदाहमेतं पुरुषं महान्तम् आदित्यवर्णं तमसः परस्ताद् तमेवं विद्वानमृत इह भवति नान्यः पन्था विद्यते जनाय प्रजापतिश्चरति गर्भे अन्तः अजायमानो बहुधा विजायते तस्य धीराः परिजानन्ति योनिम् मरीचीनां पदमिच्छन्ति वेदसः यो देवेभ्य आतपति यो देवानां पुरोहितः पूर्वो यो देवेभ्यो जातः नमो रुचाय ब्राह्मये रुचं ब्राह्मं जनयन्तः देवा अग्रे तदब्रुवन् यस्त्वैवं ब्राह्मणो विद्यात् तस्य देवा असन्वशे ह्रीश्च ते लक्ष्मीश्च पत्न्यौ अहोरात्रे पार्श्वे नक्षत्राणि रूपम् अश्विनौ व्यात्तम् इष्टं मनिषाण अमुं मनिषाण सर्वं मनिषाण ॐ शान्ति शान्ति शान्तिः ഇതാണ് യജുർവേദ അന്തർഗതമായിട്ടുള്ള പുരുഷ സൂക്തം. അതിന്റെ സാമാന്യമായിട്ടുള്ള സ്വരത്തോടു കൂടിയുള്ള പാരായണം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഋഗ്വേദ അന്തർഗതമായിട്ടുള്ള ടെക്സ്റ്റാണ്. അതിൽ 16 മന്ത്രങ്ങളേ ഉള്ളൂ. ഇത് ചൊല്ലിയതിൽ 24 മന്ത്രങ്ങളുണ്ട്. സാമവേദത്തില് ഇതിൽ നിന്ന് 8 മന്ത്രങ്ങളേ ഉള്ളൂ. അഥർവവേദത്തിലേക്കാവുമ്പോഴേക്കും 6 മന്ത്രങ്ങളേ ഉള്ളൂ. പുരുഷസൂക്തമുണ്ട് അതിലൊക്കെ, പക്ഷെ അത് ഇതിന്റെ ഏറ്റവും മിനിമം ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ മറ്റു വേദങ്ങളിൽ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും വ്യക്തമായിട്ടുള്ളത് ഈ യജുർവേദത്തിലാണ് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട്. ഈ പുരുഷസൂക്തം എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, കാണുന്നു അല്ലെ? വഴിപാടിന്റെ കൂട്ടത്തില് അങ്ങനെയെങ്കിലും പരിചയം ഉണ്ടാവും. പുരുഷസൂക്തം, ശ്രീ സൂക്തം, ദുർഗാസൂക്തം, ഭാഗ്യസൂക്തം അല്ലെ? ഇങ്ങനെ കുറെ സൂക്തങ്ങളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വഴിപാട് ചെയ്താൽ അവിടെയുള്ള പുരോഹിതര് ഇത് ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി അവിടെ അർച്ചന ചെയ്യുന്നു. അത് നിങ്ങൾ എന്താണോ സങ്കല്പിക്കുന്നത് ആ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. പുരുഷസൂക്തം കൊണ്ട് എന്തും സങ്കല്പിക്കാം. കാരണം
എന്താണ് ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത്? പുരുഷനെ കുറിച്ച് സുഷ്ടുവായി ഉക്തമായതാണ് പുരുഷ സൂക്തം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈശ്വരന്റെ ഒരു പര്യായ ശബ്ദമാണ്. പൂർണ്ണത്വ പുരുഷ, മുഖ്യമായിട്ടുള്ള അർത്ഥം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ, സ്വയം പൂർണ്ണനായിരിക്കുന്നവൻ. ഇനി നമ്മുടെയൊക്കെ ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ ശയിക്കുന്നവൻ, പുരി ശയനാത് പുരുഷ. നമ്മുടെ ശരീരം മാത്രം, മനുഷ്യ ശരീരം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ഓരോ പുരങ്ങളാണ്. ആ പുരങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തില് പുരിശയനാത് പുരുഷ. സ്വയം പൂർണ്ണനാണ്, അനന്തനാണ്, അതുകൊണ്ടും പുരുഷ. ആ അനന്തതയെ സൂചിപ്പിക്കുന്ന ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ ഇതിൽ കാണാം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള മന്ത്രങ്ങളും കാണാം. അപ്പോ ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാരായണൻ, വിഷ്ണു അല്ലെങ്കിൽ പരബ്രഹ്മം എന്നുള്ള അർത്ഥം തന്നെയാണ്. ആ പരബ്രഹ്മം മാനിഫെസ്റ്റ് ആവുന്ന ഭാവമാണ് പുരുഷൻ. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമാകുന്ന ഭാവം. യഥാർത്ഥത്തിൽ പരബ്രഹ്മം എന്താണ് അതിന്റെ സ്വരൂപം? അത് നിർഗുണം, നിരാകാരം, അല്ലേ? പരബ്രഹ്മത്തിന്റെ സ്വരൂപം നിർഗുണം, നിരാകാരമാണ്. ആ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തെ ഉപാസിക്കാൻ നമുക്ക് വളരെ ക്ലേശമാണ്. ഭഗവാൻ ഗീതയില് അർജുനനോട് പറഞ്ഞു കൊടുക്കും 12-ാം അധ്യായത്തില്, ക്ലേശോധിഗതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്വിരവാപ്യതേ. ക്ലേശഃ അധികതരഃ തേഷാം, തേഷാം ക്ലേശഃ അധികതരഃ, അവർക്ക് ക്ലേശം അധികതരമാണ്, വർദ്ധിച്ചതാണ്. ആർക്ക്? അവ്യക്താസക്ത ചേതസാം, അവ്യക്തത്തിൽ ആസക്തമായ ചേതസ്സോട് കൂടിയവർക്ക്, അവ്യക്തമായ ഈശ്വരനെ ഉപാസിക്കുന്നവർക്ക് എന്നർത്ഥം. അപ്പൊ നമ്മള് ഉപനിഷത്തുകൾ ഇതിലൊക്കെ ആ എന്താ പറയുക, ഈശ്വര തത്വത്തെ എന്ത് പേരിലാ പറയണത്? ബ്രഹ്മം എന്നാണ്. ആ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് ശുദ്ധ ചൈതന്യമാണ്. അതിന്റെ ലക്ഷണങ്ങൾ വേദത്തിൽ, ഉപനിഷത്തുക്കളിൽ പല പേരുകളിൽ പറയും. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നൊക്കെ പറയുന്നത് അതിന്റെ ലക്ഷണങ്ങളാണ്. അത് സത്യമാണ്, അത് ജ്ഞാനസ്വരൂപമാണ്, അത് അനന്തമാണ്, അത് തന്നെ സച്ചിദാനന്ദം ബ്രഹ്മ, സച്ചിദാനന്ദമാണ് അതിന്റെ സ്വരൂപം എന്നൊക്കെ പല രീതിയിൽ പറയും. പിന്നെ അതിന് ഒരുപാട് ഉപനിഷത്തുകളിൽ അനേക മന്ത്രങ്ങളുണ്ട്. ഇന്നതല്ല, 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 ഇന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതൊന്നുമല്ല ആ ഈശ്വരന്റെ സ്വരൂപം. അതൊന്നും ഇല്ലാത്തത്, അതൊന്നും അല്ലാത്തത് എന്ന് പറയുന്ന നെഗറ്റീവായിട്ടുള്ള, നിഷേധാത്മകമായിട്ടുള്ള കുറേ പേരുകൾ ഈ ബ്രഹ്മത്തിനെ കുറിച്ച് പറയും. അത് ശബ്ദമുള്ളതല്ല, അത് സ്പർശമുള്ളതല്ല, അതിന് കണ്ണില്ല, അതിന് കാതില്ല, അത് സഞ്ചരിക്കുന്നതല്ല, അത് സഞ്ചരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പല തരത്തില് പദങ്ങളെ കൊണ്ട് ഉപനിഷത്തുകളിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ ഉപനിഷത്തുക്കളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സഹസ്രനാമങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈശ്വര തത്വത്തെ അതേപോലെയുള്ള പദങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പല കീർത്തനങ്ങളിലും അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ബുദ്ധി കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിലുള്ള പരമ്പൊരുൾ. അതിനെക്കുറിച്ച് വേദം തന്നെ പറയുന്നു. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യഥഃ, ഏതൊന്നിൽ നിന്ന് ഏതൊന്നിനെ അന്വേഷിച്ച് മനസ്സും ബുദ്ധിയും പരിശ്രമിക്കുമ്പോൾ ആ മനസ്സിനും ബുദ്ധിക്കും എത്താൻ പറ്റാതെ, അപ്രാപ്യ മനസാ സഹ, മനസ്സോടുകൂടെ, വാചഃ നിവർത്തന്തേ, വാക്കുകൾ മടങ്ങുന്നു. വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല, അവാച്യമാണത്, അനിർവചനീയമാണത്, അപ്രമേയമാണത്. അപ്രമേയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തത്, നമ്മുടെ ഇന്ദ്രിയ വിഷയമല്ലാത്തത്,
കണ്ണുകൊണ്ട് കാണാനോ, കാതുകൊണ്ട് കേൾക്കാനോ, നാവ് കൊണ്ട് രുചിക്കാനോ, സ്പർശിച്ചു നോക്കാനോ, മണത്ത് നോക്കാനോ പറ്റുന്നതല്ല. അശബ്ദം അസ്പർശം അരൂപയച്ച. അപ്പൊ അത് ശബ്ദമില്ലാത്തതാണ്, അത് സ്പർശമില്ലാത്തതാണ്, അത് രൂപമില്ലാത്തതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ആ വസ്തുവിനെ നമുക്ക് ബുദ്ധി കൊണ്ട് ഒന്ന് ഗ്രഹിക്കാനോ മനസ്സിൽ ധ്യാനിക്കാനോ സാധ്യമല്ല. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഒരു പോരായ്മയാണത്, പരിമിതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ ആ നിർഗുണവും നിരാകാരവുമായ രൂപമില്ലാത്തതായിട്ടുള്ള വസ്തുവിന് രൂപങ്ങൾ കൽപ്പിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിന് പിടികിട്ടാൻ വേണ്ടി, അതിനൊരു ആലംബനമാക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അനേക രൂപങ്ങൾ നമ്മുടെ ഈശ്വര സങ്കല്പത്തിൽ ഉണ്ട്, അല്ലെ? നമുക്കറിയാം, ഓരോ എന്താ പറയാ വിഭാഗത്തിലും അനേക രൂപങ്ങളുണ്ട്. ഇപ്പോ വിഷ്ണുവിനെ ഉപാസിക്കുന്ന വിഷ്ണുവിന്റെ രൂപം, ആ വിഷ്ണുവിന്റെ രൂപം തന്നെ പല രൂപങ്ങളുണ്ട്, അല്ലേ? വിഷ്ണുവിനെ സാധാരണമായിട്ട് നമ്മൾ 4 കൈകളോടുകൂടി പീതാംബരധാരിയായി മേഘശ്യാമളനായി, അല്ലെ, അങ്ങനെ വർണ്ണിക്കാറുണ്ട്. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഇങ്ങനെയൊക്കെ പല സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഭിക്ഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഇങ്ങനെ 4 കൈകളോടുകൂടിയ വിഷ്ണുവിനെ സ്മരിക്കും. എന്നാൽ 8 കൈകളുള്ള വിഷ്ണുവിന്റെ രൂപങ്ങളുണ്ട്. വനമാലി ഗതി ശാർഗി ശങ്കി ചക്രീ ചനന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നന്ദകം മുതലായിട്ടുള്ള ശാർഗം മുതലായിട്ടുള്ള ആയുധങ്ങളൊക്കെ ധരിക്കുമ്പോ 4 കൈ പോരാ. ശാർഗം എന്നുള്ളത് ഭഗവാന്റെ വില്ലാണ്, നന്ദകം എന്നുള്ളത് ഭഗവാന്റെ വാളാണ്. അതുപോലെ അഭയവരദ ഹസ്തങ്ങളോടുകൂടി ശംഖചക്ര ഗദാ പത്മങ്ങളോടുകൂടിയതായിട്ടുള്ള ഭാവം വരുമ്പോ 8 കൈകളാവും. ഇതൊക്കെ തത്വങ്ങളാണ്. ഈ കൈകളും ഇതൊക്കെ എണ്ണങ്ങൾ മാറുന്നത് ഓരോ തത്വങ്ങളെ സൂചിപ്പിക്കാനാണ്. 4 കൈകളായിട്ട് കാണിക്കുമ്പോൾ 4 ദിക്കിലും കൈകളെ കൊണ്ട് വ്യാപിച്ചിരിക്കുന്നവൻ, എന്തും ചെയ്യാൻ കഴിവുള്ളവൻ. ആ 4 കൈകളിൽ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളോ ഈ പ്രപഞ്ചത്തിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായിട്ടുള്ള വസ്തുക്കളാണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്. അത് 8ആവുമ്പോ അതിന്റെ കുറച്ചുകൂടി വിസ്താരം കൂടി, വ്യാഖ്യാനം കൂടി. 8 ദിക്കിലേക്ക് വ്യാപിച്ചിരിക്കുന്ന കൈകളോടുകൂടിയവൻ. അതിൽ തന്നെ ആയുധങ്ങൾ മറ്റു തത്വങ്ങളായി മാറുന്നു. വില്ലും വാളും ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും അതിന് തത്വങ്ങളുടെ എണ്ണം കൂടിയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അനേക കൈകളോടുകൂടെ അനേക രൂപങ്ങൾ മാറി വിഷ്ണുവിനെ നമ്മൾ കാണാറുണ്ട്. ഇരിക്കുന്ന വിഷ്ണു, ശയിക്കുന്ന വിഷ്ണു, അല്ലെ, ശേഷശായിയായിട്ടുള്ള വിഷ്ണു, പല ഭാവങ്ങളിൽ. അതേ വിഷ്ണുവിന്റെ തന്നെ അവതാരങ്ങളായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ദശാവതാരങ്ങളെ കാണുന്നുണ്ട്. ആ ദശാവതാരങ്ങളുടെ ഉള്ളിൽ തന്നെ കൃഷ്ണൻ എന്ന് കണ്ടാൽ തന്നെ ആ കൃഷ്ണാവതാരത്തിൽ എത്ര രൂപങ്ങൾ. ഓരോരുത്തർക്കും ഓരോ രൂപമാണ് ഇഷ്ടം, അല്ലെ? ചിലർക്ക് പാർത്ഥസാരഥിയാണ് ഇഷ്ടം, ചിലർക്ക് ഉണ്ണിക്കണ്ണനാണ് ഇഷ്ടം, ചിലർക്ക് പശുക്കളെ മേയ്ക്കുന്നതായിട്ടുള്ള ഗോപാലകൃഷ്ണനെയാണ് ഇഷ്ടം, ചിലർക്ക് ഗോപികമാരുമായി കളിക്കുന്ന കൃഷ്ണനെയാണ് ഇഷ്ടം, ചിലർക്ക് രാധയോടുകൂടിയിരിക്കുന്ന കൃഷ്ണനെയാണ് ഇഷ്ടം, ചിലർക്ക് രുക്മിണിയോടുകൂടിയിരിക്കുന്ന ഗൃഹസ്ഥനായ കൃഷ്ണനെയാണ് ഇഷ്ടം, അല്ലെ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാവം ഇഷ്ടം. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ രൂപത്തെ നമുക്ക് ധ്യാനിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യാം. അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആലംബനമായി ഈ രൂപമില്ലാത്ത ഈശ്വരന് രൂപം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ എല്ലാ രൂപങ്ങളുടെയും സമഷ്ടി രൂപത്തെയാണ് എന്ത് പറയുന്നത്? പുരുഷൻ എന്ന് പറയുന്നത്. ഏത് പുരുഷൻ? വിരാട് പുരുഷൻ എന്ന്. പുരുഷൻ എന്നാൽ ഇവിടെ ഏത് പുരുഷനാണ്? വിരാട് പുരുഷൻ എന്നർത്ഥം. വിരാട് എന്ന് പറഞ്ഞാല് വിവിധമായി പ്രകാശിക്കുന്നത്, വിവിധം രാജതേ, പലതായി കാണുന്നത്. ആ വിരാട് പുരുഷനിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. എല്ലാ ദേവന്മാരും, എല്ലാ മൂർത്തികളും, എല്ലാ ശക്തികളും അവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഏതോ ഒരു ഭാവനയില് ചിത്രകാരന്മാര് വിരാട് പുരുഷന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ? കൃഷ്ണൻ
അർജുനന് പാർത്ഥസാരഥി വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതായിട്ട് കലണ്ടറുകൾ അവൈലബിൾ ആണല്ലോ അല്ലേ? ശിവകാശിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള അനേക കലണ്ടറുകൾ, വിശ്വരൂപ ദർശനം. അപ്പൊ അനേക ശിരസ്സുകൾ ഇങ്ങനെ വരി വരിയായിട്ട് അനന്തതയാണ് കാണുന്നത്. അറ്റം കാണാൻ പറ്റില്ല നമുക്ക്. അതിന്റെ അപ്പുറത്തേക്കും ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട് തലകൾ അല്ലേ? എല്ലാ തലകളും ഉണ്ട് അതില്. ശിവന്റെ തലയുണ്ട്, ബ്രഹ്മാവിന്റെ തലയുണ്ട്, ഹനുമാന്റെ തലയുണ്ട്, ഗരുഡന്റെ തലയുണ്ട്, മറ്റു ദേവന്മാർ ഓരോരുത്തരുടെയും തലയുണ്ട്. സ്കന്ദനും ഗണപതിയും നരസിംഹവും വരാഹവും എല്ലാം അതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. എല്ലാ ശിരസ്സുകളെയും ഒരു ശരീരത്തില് കാണിച്ചു തരണം. ആ ഒരു ശരീരമാക്കി കാണിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാല് എല്ലാ ശിരസ്സുകളുടെയും ഉടമസ്ഥൻ ഒരാൾ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അനേക ശരീരമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടും വേറെ വേറെ ആൾക്കാരാണെന്ന്. അതുകൊണ്ട് ചിത്രകാരൻ ആ ഒറ്റ ശരീരത്തിൽ അനേക ശിരസ്സുകളും അനേക കൈകളും കാണിച്ചത് ഒരാൾ തന്നെയാണ് എന്ന് കാണിക്കാനാണ്. ഐഡന്റിറ്റി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശരീരത്തില് അനേക ശിരസ്സുകളും അനേക കൈകളും. രണ്ട് കാല് മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ട് കാലിൽ ഒരു ശരീരത്തിൽ അനേക കൈകളോടുകൂടി അനേക ശിരസ്സുകളോടുകൂടി വിശ്വരൂപ ദർശനം കൊടുക്കുന്നു. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ രൂപങ്ങളും എല്ലാ മൂർത്തികളും ഈ ഒരേ ഭഗവാന്റേതാണെന്ന് പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിലുള്ള സകല ഈശ്വര ഭാവങ്ങളും ഒരേ ഈശ്വരന്റെ തന്നെ വിവിധ പ്രകടനങ്ങളാണ്, വിവിധ ശക്തി വിശേഷങ്ങളാണ്, വിവിധ ഭാവങ്ങളാണ്. അതിൽ മുഖ്യനായിട്ടുള്ള ഭാവത്തെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടദേവതയായി ഉപാസിക്കാം. മറ്റുള്ള എല്ലാ ദേവതാഭാവങ്ങളെയും ഇഷ്ടദേവതയുടെ വിഭൂതികളായി ശക്തികളായി ഉപാസിക്കാം. ഇപ്പൊ നിങ്ങള് കൃഷ്ണ ഭക്തനാണെന്ന് വിചാരിച്ചാൽ കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മം. അതാണ് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ എന്നാൽ സാക്ഷാൽ ഭഗവാനാണ്. അഥവാ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മം തന്നെയാണ്. ഗുണങ്ങളോട് ചേരുമ്പോഴാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഏത് ഗുണങ്ങള്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ 6 ഭഗങ്ങൾ എന്ന് പറയുന്ന ഗുണങ്ങൾ ചേരുമ്പോൾ ഭഗങ്ങളോട് കൂടിയവൻ ഭഗവാൻ. അപ്പോ നിർഗുണ നിരാകാരനായിരുന്ന ബ്രഹ്മം ഈ 6 ഗുണങ്ങളോട് ചേരുമ്പോൾ ഭഗവാൻ എന്ന പേരിൽ സ്വയം പ്രകടമാകുന്നു. ആ ഭഗവാൻ കൃഷ്ണൻ ആ ഭഗവാൻ തന്നെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ കൃഷ്ണൻ ബ്രഹ്മം തന്നെ എന്നാണ് അർത്ഥം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നു. ആ സച്ചിദാനന്ദം ബ്രഹ്മ കട്ടയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നതാണ് കൃഷ്ണരൂപം. ആ കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവും സച്ചിദാനന്ദം തന്നെയാണ്. സത്ത എന്നാണ് കൃഷിധാതുവിന്റെ അർത്ഥം. ഉള്ളത്, ഉണ്മ, സത്ത്, നകാരം, കൃഷ്ണ ശബ്ദത്തിലെ നകാരം, നന്ദതി എന്നുള്ള ആനന്ദ ശബ്ദത്തിന്റെ അബ്രീവിയേഷനാണ്. അപ്പൊ സത്ത്, ആനന്ദം, ആ 2 ശബ്ദങ്ങളെയും ചുരുക്കിയതാണ് കൃഷ്ണ ശബ്ദം. അപ്പൊ സച്ചിദാനന്ദം ബ്രഹ്മ, അതാണ് കൃഷ്ണൻ. ബ്രഹ്മം തന്നെയാണ് രൂപമെടുത്ത് കൃഷ്ണ ഭാവത്തിൽ വന്നിരിക്കുന്നത്. എന്തിന്? നമ്മളെ അനുഗ്രഹിക്കാൻ. നമ്മുടെ ഭാഗ്യം, ഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പനെ കുറിച്ച് മേൽപ്പത്തൂർ പാടി. നിങ്ങളുടെ ഭാഗ്യമാണ് ആ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ഭാതി സാക്ഷാത്. ആ പറഞ്ഞ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിർഗുണ നിരാകാരമായ സാന്ദ്രാനന്ദാവബോധാത്മകമായ ആ തത് ബ്രഹ്മതത്വം താവത് ഇപ്പോ സാക്ഷാത്ഭാതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി പ്രകാശിക്കുന്നു. ഏത് രൂപത്തില്? ഗുരുവായൂരപ്പന്റെ രൂപത്തില്. തത് സാക്ഷാത്ഭാതി ഹന്തഭാഗ്യം ജനാന. നമ്മളുടെ ഭാഗ്യം എന്ത് പറയാൻ, ആശ്ചര്യം തന്നെ. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ എന്ത് എടുക്കുന്നത്? രൂപങ്ങളെ എടുക്കുന്നത്, അവതാര ശരീരങ്ങളെ എടുക്കുന്നത്.
അവതാരമാണത്. അവതാരം എന്ന് പറഞ്ഞാല് താഴേക്ക് ഇറങ്ങി വരിക. അവതരതീതി അവതാര. എവിടുന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്? മോളിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നല്ല, തന്റെ യഥാർത്ഥ വലിപ്പത്തിൽ നിന്ന്. തന്റെ സ്വരൂപം അത് അനന്തമാണ്, രൂപമില്ലാത്തതാണ്, ഒരു മെഷർമെന്റും ഇല്ലാത്തതാണ്, അല്ലെ? ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തത്, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത്, മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ പറ്റാത്തത്, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കുന്ന ആ അനന്തമായിട്ടുള്ള ആ ചൈതന്യം, അത് ഗ്രഹിക്കാൻ നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ വളരെ ചെറുതായതുകൊണ്ട്, നമ്മളുടെ ഉപകരണങ്ങൾക്ക് പാകത്തിന് നമ്മൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായി വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഭാഗ്യം. ആ ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ കാലാകാലങ്ങളായി പല അവതാരങ്ങൾ എടുത്തിരിക്കുന്നു. ആര്? ഈശ്വരൻ. ഇതാണ് നമ്മുടെ ഹൈന്ദവ സങ്കല്പം, സനാതന ധർമ്മ സങ്കല്പം. അപ്പൊ ഈശ്വരനെ നമ്മൾ ഒരിടത്ത് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയല്ല. അവിടെ തന്നെ ഇരുന്നാൽ മതി, ഇവിടെ ഇറങ്ങിയൊന്നും വരണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് പറയാനുള്ള ശക്തിയും നമുക്കില്ല. നമ്മളാരാ പറയാൻ, അല്ലേ? ഈശ്വരൻ തന്നെ ഇതെല്ലാം താൻ തന്നെ എല്ലാമായി സൃഷ്ടിച്ചിരിക്കുമ്പോ എല്ലാറ്റിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന, എല്ലാറ്റിനും ശക്തനായിരിക്കുന്ന ഈശ്വരനോട് നമ്മളാരാ പറയാൻ അവിടെ ഇരുന്നാൽ മതി, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണ്ടെന്ന്? നമുക്ക് പറയാവുന്നത്, ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരൂ, ഞങ്ങൾക്ക് ഇപ്പോ അങ്ങയുടെ തലത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, അങ്ങയെ അറിയാൻ പറ്റുന്നില്ല, അങ്ങയെ കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ തലത്തിലേക്ക് ഇറങ്ങിത്തന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ സർവശക്തനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, സർവാന്തര്യാമിയായിട്ടുള്ള ആ പ്രഭു, ആ എന്താ പറയുക, അനന്തനായിരിക്കുന്ന ഈശ്വരൻ കാരുണ്യം കൊണ്ട് നമ്മുടെ മുമ്പില് വിവിധ രൂപങ്ങളെ ധരിച്ച് വരും. പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും, അല്ലേ? അതിനാണ് നമ്മൾ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? ഭൂമിയിൽ പല കഷ്ടപ്പാടുകളെ കുറിച്ച് വർണ്ണിക്കും. അസുരന്മാര്, ദുഷ്ടന്മാര് എല്ലാരെയും ഉപദ്രവിക്കുന്നതായിട്ട് വർണ്ണിച്ചിട്ട് ഭൂമിദേവി ഈ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നു. ദേവന്മാർ അവരുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പ്രച്ഛന്ന വേഷത്തിലൊക്കെ ഗതികെട്ട് അലയുന്നവരായി മാറുന്നു. നല്ല കാര്യങ്ങളൊന്നും നടക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഘർഷഭരിതമായ, അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയില് എല്ലാരും കൂടി ചെന്ന് ബ്രഹ്മദേവന്റെ നേതൃത്വത്തില് മഹാദേവൻ, ദേവന്മാര് എല്ലാരും കൂടി ചെന്ന് ആ പാൽക്കടലിന്റെ മുമ്പിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. ആ ബ്രഹ്മദേവൻ നമ്മുടെയൊക്കെ റെപ്രസെന്റേറ്റീവാണ്, നമ്മളെയൊക്കെ ഡെലിഗേറ്റ് ചെയ്താണ്. നമ്മളുടെയൊക്കെ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ, നമ്മുടെ പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവനും നമ്മളുടെയൊക്കെ ഓരോ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ് ഓരോ ദേവന്മാര്. അപ്പോ അവരും അവരുടെ ആവലാദികൾ പറയാം, അവർക്ക് അവരുടെ പണിയെടുക്കാൻ പറ്റുന്നില്ല ഈ ദുഷ്ടന്മാരെ കൊണ്ട്. അപ്പോ ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർത്താലേ അവർക്ക് സ്വതന്ത്രരായി അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരൻ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ അവർക്ക് സ്മൂത്തായിട്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അവരും ഗതികെട്ടിട്ട് ഞങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്ന ഈശ്വരനെ ചെന്ന് സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പുരാണങ്ങളിൽ കാണാം ഭഗവാനെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു എന്ന്. കാരണം ആ സന്ദർഭത്തിൽ ഭഗവാൻ വിരാട് പുരുഷനാണ്. ആ വിരാട് പുരുഷ ഭാവത്തിൽ നിന്നാണ് ഒരു അവതാരമായിട്ട് ഇറങ്ങി വരുന്നത്. നമ്മുടെ ഭാഗവതത്തില് വളരെ മനോഹരമായിട്ട് പറയുന്നത്, ഒരു വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാല് ഒരു വലിയ സരസ് പോലെയാണ്, ഒരിക്കലും പറ്റാത്ത അക്ഷയ്യമായിട്ടുള്ള ഒരു വലിയ സരസ്. ആ സരസിൽ നിന്ന് പല വഴിക്ക് കൈവഴികളായിട്ട് അരുവികള്, അല്ലെ, ഭൂമിയെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഹിമാലയത്തിലെ മാനസ സരസിനെ ഒന്ന് ചിന്തിക്കുക. ആ മാനസ സരസിൽ നിന്ന് വിവിധങ്ങളായ ചെറിയ അരുവികള് അന്തർധാരകളായും പ്രത്യക്ഷധാരകളായും ഒക്കെ ഒഴുകുന്നുണ്ട്. അത് തന്നെയാണ് ഗംഗയായും സിന്ധുവായും ബ്രഹ്മപുത്രയായും യമുനയായും പല പേരുകളിൽ പല ഭാഗത്ത് കൂടെ ആരംഭിച്ച് പിന്നെ മറ്റു പല നദികളും അതിനോട് കൂടെ ചേർന്ന് വലുതായി വരുന്നു.
അപ്പൊ എങ്ങനെയാണോ സരസസ്യു കുല്യാഹ, കുല്യകൾ എന്ന് പറഞ്ഞാൽ ചെറിയ 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 അരുവികൾ, ചെറിയ നദികൾ എങ്ങനെയാണോ സരസിൽ നിന്നുണ്ടാവുന്നത്, അതുപോലെയാണ് ഈ വിരാട് പുരുഷനിൽ നിന്ന് അവതാരമൂർത്തികൾ ഇറങ്ങി വരുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ഏറ്റവും വലുപ്പമുള്ള ഒറിജിനൽ ഭാവത്തിനെയാണ് എന്ത് പറയുന്നത്, വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അതും പൂർണ്ണമല്ല. അത് നമുക്ക് പുരുഷ സൂക്തം പഠിക്കുമ്പോൾ മനസ്സിലാവും. അതും ഭഗവാന്റെ ഒരു സ്ഥൂലഭാവം മാത്രമാണ്, ഒരു പാദം മാത്രമാണ്, ഒരു അംശം മാത്രമാണ്. ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തെ നമുക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവില്ല. അപ്പോ വിരാട് പുരുഷൻ എന്നുള്ളത് പരബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ്. അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് അംശം അതാ ഇതിനെല്ലാം വിരാട്ടിനെയും അതിക്രമിച്ച് ഈ പ്രപഞ്ചത്തേക്ക് അതിക്രമിച്ച് നിൽക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ഭാവത്തെയാണ് എന്ത് പറയുന്നത്, വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. വിരാട് വിവിധമായി രാജിക്കുന്നത്, ഈ പ്രപഞ്ച ആകാരമായി കാണപ്പെടുന്നത്. ആ പ്രപഞ്ച ആകാരമായിരിക്കുന്ന പുരുഷനെയാണ് വിരാട് പുരുഷനായി ഈ സൂക്തത്തിൽ നമ്മൾ സ്തുതിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ ശരീരമാണ്. ഈശ്വരന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഈശ്വരനോ, ഈശ്വരൻ പ്രപഞ്ചം മാത്രമല്ല. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഈ ശരീരം മാത്രമാണോ? നിങ്ങൾ കാണുന്ന ഈ 5 അടി 11 ഇഞ്ച് 100 കിലോ ഭാരമുള്ള ഈ മാംസപിണ്ഡമാണോ ഞാൻ? ആണോ? സമ്മതിക്കില്ല. കാരണം എന്നെ പോലെ തന്നെ 5 അടി 11 ഇഞ്ച് ഉയരമുള്ളവരും അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരമുള്ളവരും അതേപോലെ ഭാരമുള്ളവരുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ എന്നെയും തുലനം ചെയ്താൽ ഞാൻ സമ്മതിക്കുവോ? അല്ലേ? അവര് വേറെ, ഞാൻ വേറെ. അപ്പൊ എന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരമല്ല. പിന്നെന്താണ്? എന്റെ മനസ്സ്, ബുദ്ധി, എന്റെ അറിവുകള്, അല്ലെ? അതൊക്കെ വ്യത്യസ്തമാണ് മറ്റവരിൽ വെച്ച്. എല്ലാ കഴിവുകളും മറ്റുള്ളവരിൽ വെച്ച് എന്റെ വ്യത്യസ്തമാണ്. അപ്പൊ ഇതെല്ലാം ചേരുമ്പോഴേ ഞാനാവുള്ളത്. എന്റെ എല്ലാ കഴിവുകളും എന്റെ എല്ലാ അറിവുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പലരോട് പറയും, ഞാൻ ആരാന്ന് അറിയില്ല. അല്ലേ? നമ്മൾ ആരെങ്കിലും ദേഷ്യമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. അതേ, അറിയില്ല, ആർക്കും അറിയില്ല, ആരെയും അറിയില്ല. സത്യം തന്നെയാണ്. അച്ഛനമ്മമാർക്ക് മക്കളെ ശരിക്കും അറിയില്ല, മക്കൾക്ക് അച്ഛനമ്മമാരെ അറിയില്ല. അറിയോ? പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമോ? എന്താണ് അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്ന് മക്കൾക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമോ? അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് മക്കൾക്ക് അറിയാൻ പറ്റുമോ? മക്കളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അച്ഛനമ്മമാർക്ക് പറയാൻ പറ്റുമോ? ഭർത്താവിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എത്ര പ്രിയപ്പെട്ട ഭാര്യയ്ക്കും പറയാൻ പറ്റുമോ? ഭാര്യയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഭർത്താവിന് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് അറിയാൻ ഈ ഭൂമിയിൽ തന്നെ സാധിക്കില്ല. ഒരു വ്യക്തിയെ, ഒരു കൊച്ചുകുട്ടിയെ പോലും നമുക്കറിയാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ എല്ലാറ്റിന്റെയും ആധാരഭൂതനായ, കാരണഭൂതനായ ഈശ്വരനെ ആർക്കാണ് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുക? ആർക്കെങ്കിലും സാധിക്കുമോ? ഈശ്വരന്റെ എന്തെല്ലാം ശക്തികളുണ്ട്, ഏതെല്ലാം ഭാവങ്ങളുണ്ട്, ഏതെല്ലാം കാലത്ത് എന്തെല്ലാം വേഷം കെട്ടിയിട്ടുണ്ട് ഈശ്വരൻ, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് ഈ ചില പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞു തന്ന കുറച്ച് കഥകൾ അറിയാം. ഇപ്പൊ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭാഗവതത്തിലോ വിഷ്ണു പുരാണത്തിലോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പ്രധാനപ്പെട്ട സംഭവങ്ങളെ മാത്രമാണ് ചുരുക്കി വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ അത് മുഴുവൻ എത്ര പ്രാവശ്യം ഭാഗവതം പഠിച്ചാലും, എത്ര പ്രാവശ്യം ആരുടെയൊക്കെ വ്യാഖ്യാനം കേട്ടാലും ആ കൃഷ്ണൻ ചെയ്ത എല്ലാ ലീലകളും നമ്മൾ അറിയാൻ പോകുന്നില്ല. അതുപോലെയാണ് ഓരോ ഭാവങ്ങളും, ഈശ്വരന്റെ ഓരോ അവതാരങ്ങളും. അപ്പൊ ഈശ്വരന്റെ അവതാരത്തെ കുറിച്ച് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ പിന്നെ എല്ലാറ്റിന്റെയും പൂർണ്ണതയായിരിക്കുന്ന ആ ഈശ്വരനെ നമുക്ക് അറിയാൻ പറ്റുമോ? സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞനായ, എല്ലാറ്റിനും അതീതനായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ എല്ലാറ്റിനും അതിക്രമിച്ചു നിൽക്കുന്നു ഈശ്വരന്റെ യഥാർത്ഥ അസ്തിത്വം, യഥാർത്ഥ ഭാവം.
അതാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഈ പുരുഷ സൂക്തത്തിൽ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. നമുക്കിന്ന് തുടങ്ങി വെക്കാം. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദ്ദശാംഗുലം. ഇതാണ് ആദ്യത്തെ മന്ത്രം. അപ്പോ ഓം സഹസ്രശീർഷ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദ്ദശാംഗുലം. ആ പുരുഷ സഹസ്രശീർഷ. സഹസ്രശീർഷ എന്ന് പറഞ്ഞാൽ ശീർഷ എന്ന് പറഞ്ഞാൽ ശിരസ് ഉള്ളവൻ. സഹസ്രശീർഷ സഹസ്രം ശിരസ്സുള്ളവൻ. സഹസ്രശീർഷാവാനാണ് ഭഗവാൻ ഈ പുരുഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ സഹസ്രം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കൃത്യമായിട്ട് 1000 എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഈ പുരാണങ്ങളിൽ വേദങ്ങളിൽ ഒക്കെ അനന്ത സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹസ്രം ഉപയോഗിക്കുന്നത്. അല്ലാതെ കൃത്യമായിട്ട് 1000 തലയുള്ളവനാണ് വിരാട് പുരുഷൻ, അപ്പൊ 1001 ഇല്ല 999 ഇല്ല എന്ന് നിർണയിക്കരുത്. ആയിരക്കണക്കിന് ശിരസ്സുകളുള്ളവനാണ് ഈ വിരാട് പുരുഷൻ. അത് അടുത്ത ഇത് തന്നെ എന്താ പറഞ്ഞ സഹസ്രാക്ഷഃ സഹസ്രപാദ്. സഹസ്രാക്ഷഃ എന്ന് പറയുമ്പോ അവിടെ അക്ഷ ശബ്ദത്തിന് പ്രധാനമായിട്ടും അക്ഷി കണ്ണ് എന്നൊരർത്ഥം. അക്ഷ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങളെല്ലാം അക്ഷങ്ങളാണ്. അപ്പൊ കാതും മൂക്കും നാവും ത്വക്കും ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം അക്ഷങ്ങളാണ്. നമ്മുടെ വീട്ടിലെ വാതിലുകൾ ജനലുകൾ പോലെ ജനലുകൾക്കും അക്ഷങ്ങൾ എന്ന ശബ്ദം ഉപയോഗിക്കാറുണ്ട്. ഗവാക്ഷം എന്ന് പറഞ്ഞാൽ ജനൽ എന്നാണ്. വെന്റിലേറ്റർ ജനൽ എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ളിലിരിക്കുന്ന ഇതിന്റെ ഉടമസ്ഥന്, ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ജീവൻ, ക്ഷേത്രജ്ഞൻ, പുരുഷൻ എന്ന് പറയുന്ന ചൈതന്യം. അയാൾക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ നോക്കാനുള്ള ജനലുവാതിലുകളൊക്കെയാണ് എന്ത്? കണ്ണും കാതും നാവും മൂക്കും ത്വക്കും ഒക്കെ അല്ലെ. ത്വക്കൊക്കെ ചെറിയ വെന്റിലേറ്റർ. ത്വക്കില് അനേക സുഷിരങ്ങളുണ്ട്. ഓരോ രോമകൂപങ്ങളും വെന്റിലേറ്റേഴ്സ് ആണ്. ഉള്ളിലേക്ക് കാറ്റ് കടക്കാനുള്ള വഴികളാണ്. ഉള്ളിലുള്ള വേർപ്പൊക്കെ പുറത്തേക്ക് പോകാനുള്ള വഴികൾ. നമ്മുടെ ശരീരം മുഴുവൻ ധാരാളം സുഷിരങ്ങളുണ്ട്. ആ വഴിക്കാണ് വേർപ്പൊക്കെ പുറത്തേക്ക് ലീക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. രോമകൂപങ്ങളൊക്കെ ഓരോ വെന്റിലേറ്ററുകളാണ്, ഓരോ ദ്വാരങ്ങളാണ്. അതുപോലെ കണ്ണ് 2 ദ്വാരങ്ങൾ ഈ ലോകത്തിലേക്ക് ഉള്ളിലുള്ള ജീവന് പുറത്തേക്ക് കാണാനും ലോകം ഉള്ളിലേക്ക് പ്രവേശിക്കാനും. അതുപോലെ കാത് 2 ദ്വാരങ്ങള്, 2 വെന്റിലേറ്റർ, 2 ജനലുകള് ശബ്ദത്തിന് പ്രവേശിക്കാനുള്ള വഴികളാണ്. നാവ് രസങ്ങൾക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ്, നാവിലെ മുകുളങ്ങൾ. വായ ഏറ്റവും വലിയ ഗേറ്റ് ആണ്, മെയിൻ ഗേറ്റ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് മുഖം എന്ന് പേര്. വായയ്ക്ക് പേര് മുഖം എന്നാണ്. എന്താണ്? മുഖ്യമായ വലിയ ദ്വാരം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ദ്വാരം ഏതാണ്? വായാണ്. ആ വഴിക്കാണ് നമ്മൾ ടണ്ണ് കണക്കിന് ഇത്രയും കാലമായിട്ട് അകത്താക്കിയിരിക്കുന്നത്, ഇനി അകത്താക്കാനിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി ഒന്ന് തൂക്കിയെടുത്ത് നോക്കിയാൽ എത്ര ലോറി വിഴുങ്ങി നോക്കാം. ഏത് വഴിക്കാ വിഴുങ്ങിയത്? ഈ ഗേറ്റ് വഴിക്കാണ്. അതുകൊണ്ട് മുഖ്യദ്വാരമായതുകൊണ്ട് ഇതിന് മുഖം എന്ന് മൗത്തിന് പേര്. മൊത്തത്തിൽ ഫേസിനും മുഖം എന്ന് പറയും. എന്താ കാരണം? ഇതിൽ 7 ദ്വാരങ്ങൾ ഉള്ളത് കൊണ്ട്. ഗേറ്റുകളൊക്കെ ഇവിടെയാണ്. പ്രധാന ഗേറ്റുകൾ 7 എണ്ണം ഇവിടെയാണ്. 2 എണ്ണേ താഴേക്കുള്ളൂ, അത് എക്സിറ്റുകളാണ്. ഇൻലെറ്റുകളൊക്കെ മുകളിലാണ്. ഉള്ളിലേക്കുള്ള വഴി 7 എണ്ണവും മുകളിലാണ്, 2 എണ്ണം താഴെയുള്ളത് പുറത്തേക്കുള്ള വഴികളാണ്. വിസർജനം ചെയ്യാനും മൂത്രമൊഴിക്കാനും അല്ലെങ്കിൽ പ്രത്യുൽപാദനം ചെയ്യാനുള്ള രേതസ് വർഷിക്കാനും. അപ്പോ താഴെ 2 വേണമെങ്കിൽ 3 പറയാം അല്ലെ. പിന്നെ വേണമെങ്കിൽ ദ്വാരങ്ങൾ എണ്ണമൊക്കെ കൂട്ടുമൊക്കെ ചെയ്യാം. അതൊന്നും ഇന്നത് ഇത്ര മാത്രം 9 ദ്വാരങ്ങൾ മാത്രം എന്ന് അല്ല. ചില സ്ഥലങ്ങളിൽ 11 ദ്വാരം, 10 ദ്വാരം, 13 ദ്വാരം എന്നൊക്കെ പറയും. നമ്മുടെ പുരാണങ്ങളിലൊക്കെ അങ്ങനെ മാറി മാറി പറയും. അപ്പൊ മാറുമ്പോ നിങ്ങൾ എണ്ണം കൂട്ടിയെടുക്കണം. ഇവിടെ മൂർധാവിൽ ഒരു സുഷിരമുണ്ട്, നാഭി ഒരു സുഷിരമാണ്,
പ്രത്യുൽപാദനം ചെയ്യുന്നത് ഒരു സുഷിരമാണ്. അങ്ങനെ 3 സുഷിരങ്ങളെ വേറെയും കൂടി 9ന്റെ കൂടെ കൂട്ടിയാൽ 12 ദ്വാരങ്ങൾ എന്ന് പറയേണ്ടി വരും. സാധാരണമായിട്ട് നവദ്വാരം എന്നാ പറയും. നവദ്വാരേ പുരേ ദേഹി നൈവ കുർബന്ന കാരയൻ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരും, ഈ നവദ്വാരങ്ങളോടുകൂടിയ ഈ പുരത്തിൽ, ഈ ശരീരമാകുന്ന പുരത്തിൽ ആ ദേഹി, ആ ജീവൻ ഒന്നും ചെയ്യാതെ സാക്ഷിയായിട്ട് സാന്നിധ്യം ചെയ്യുന്നു. ആ ജീവന്റെ സാന്നിധ്യത്തിൽ, ആ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങള്, കരണങ്ങള് ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നു ആ സാക്ഷി കൂടെ ഉള്ളത് കൊണ്ട്. വാസ്തവത്തിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ കരണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഞാനാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു പലപ്പോഴും. അപ്പോഴാണ് അയാള് സംസാരിയായി മാറുന്നത്. കണ്ണ് കാണുന്നു എന്നുള്ളതിന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാലോ, കണ്ണാണ് കാണുന്നത്. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ജീവൻ സംസാരിയായി. ഞാൻ കാണുന്നു എന്ന് മറ്റുള്ളവരോട് വ്യവഹരിച്ച് പറയുമ്പോഴും കണ്ണാണ് കാണുന്നത് എന്നത് ബോധമെങ്കിലും ഉള്ളിൽ ഉണ്ടായാൽ മതി, അല്ലെ? മറ്റുള്ളവർക്ക് കേട്ടാൽ മനസ്സിലാവില്ല. കണ്ണ് കാണുന്നു, എന്റെ കാത് കേട്ടു, നാവ് രുചിച്ചു, ഞാനല്ല രുചിച്ചത്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടില്ല എന്നല്ല പറയേണ്ടത്. സാധാരണക്കാരുടെ തലത്തിലേക്ക് ഇറങ്ങി അവരുടെ ഭാഷ തന്നെ ഉപയോഗിക്കാം. ആ ഭാഷ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം കണ്ണാണ് കണ്ടത്. കാണാനുള്ള ഉപകരണം കണ്ണ് മാത്രമാണ്, കേൾക്കാനുള്ള ഉപകരണം കാത് മാത്രമാണ്. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, കാതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ കണ്ടതാരാ? കണ്ണിന്റെ ധർമ്മമാണ് കാണൽ, കാതിന്റെ ധർമ്മമാണ് കേൾക്കൽ, നാവിന്റെ ധർമ്മമാണ് രുചിക്കൽ, രസം അനുഭവിക്കൽ, മൂക്കിന്റെ ധർമ്മമാണ് ഘ്രാണം, ഘ്രാണേന്ദ്രിയമാണ് മണക്കുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം. ത്വക്കിന്റെ ധർമ്മമാണ് സ്പർശിച്ചറിയുക. അപ്പൊ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ 5 വിഷയങ്ങളെ, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്നു.
അടുത്ത പരിപാടി എന്താണ്? ആളുകൾ വന്നോ? വരുന്നവരെ ആവാം അല്ലേ? നമുക്ക് തുടങ്ങാൻ വൈകില്ല. നമ്മള് 6:30 മുതൽ 8:30 വരെ നൃത്തനൃത്യങ്ങൾ. ഗുരുവായൂരിന്നുള്ള ടീമാണ്. വന്നിട്ടുണ്ടോ? ഇല്ല. ബസാന നാട്യകലാകേന്ദ്രം ഗുരുവായൂർ. ഇപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും അതൊക്കെ അക്ഷങ്ങളാണ്. കണ്ണിന് പ്രധാനമായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം, നമുക്ക് ലോകത്തെ കാണാനുള്ള ഇന്ദ്രിയം, ഏറ്റവും പ്രധാനപ്പെട്ട ജനല് കണ്ണുകളാണ്. അതുകൊണ്ട് അതിന് പ്രധാന പേര് നേത്രം, നയനം എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ നയിക്കുന്നത് ആണ് നയനം, നയിച്ച് രക്ഷിക്കുന്നത് നേത്രം. നയനാത് ത്രായതേ ഇതി നേത്ര. നമുക്ക് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടും നേത്രം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇന്ദ്രിയങ്ങളെയും ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് നയിക്കുന്നത് കൊണ്ടും നേത്രം. ഇങ്ങനെ പല അർത്ഥമാണ് കണ്ണുകളുടെ ഓരോന്നും. ലോചനം എന്ന് പറഞ്ഞാൽ ലോക്യതേ ഇത് ലോചനം, കാണുന്നത്, കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാറ്റിനെയും കാണുന്നത്. അപ്പൊ ഈ ഇവിടെ സഹസ്രാക്ഷ എന്ന് പറഞ്ഞു 1000 കണ്ണ്. അപ്പൊ 1000 തലയാണെങ്കിൽ 1000 കണ്ണ് മതിയോ? കണക്ക് തെറ്റിയോ? ഈ ഋഷിക്ക് അറിയാതെ പോയോ? സർവജ്ഞന്മാരായിട്ടുള്ള ഋഷിക്ക് 1000 തലയ്ക്ക് 2000 കണ്ണ് വേണമെന്ന് അറിയില്ലേ? അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? സഹസ്ര ശബ്ദത്തിന് അനന്തം എന്ന് എടുക്കേണ്ടതുള്ളൂ. 1000 എന്നത് കൃത്യമായിട്ടുള്ളതല്ല. 1000കണക്കിന് ശിരസ്സുകളും 1000കണക്കിന് ഇന്ദ്രിയങ്ങൾ അഥവാ കണ്ണുകൾ മുതലായിട്ടുള്ള അക്ഷങ്ങളോട് കൂടിയവനും. സഹസ്രപാദ് 1000 പാദത്തോടുകൂടി ഭൂമിയിൽ നമ്മളെ ഉറച്ചു നിർത്തുന്നതാണ് നമ്മുടെ പാദം. പദ്യതേ ഇതി പാദ. പദ്യത എന്ന് പറഞ്ഞാൽ നിൽക്കാൻ സഹായിക്കുന്നത്, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് പാദം. അപ്പൊ ഇത് മൂന്നും വാസ്തവത്തില് ശിരസ്സും കണ്ണും പാദവും മാത്രമല്ല. ശിരസ് എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾക്ക് ഏറ്റവും പ്രധാനം എന്താണ്? നമ്മുടെ ബുദ്ധി, മനസ്സ്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. ആ ബുദ്ധിയുടെയും മനസ്സിന്റെയും സ്ഥാനമാണ് നമ്മുടെ ശിരസ്. നമ്മുടെ ഉത്തമാംഗം. ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അവയവം. അപ്പൊ അനേക അന്ധക്കരണങ്ങളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായിട്ടുള്ളതിന്റെ കേന്ദ്രമാണ് നമ്മുടെ ശിരസ്. ആ ശീർഷ എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മ ശരീരമായിട്ടുള്ള മനോബുദ്ധി അഹങ്കാര തത്വങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. അക്ഷശബ്ദം കൊണ്ട് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും സൂചിപ്പിച്ചു. കണ്ണ്, കാത്, മൂക്ക്, നാവ്, ത്വക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു. പാദം കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അതിന്റെ ഒരു ഉപലക്ഷണമായിട്ടാണ് സഹസ്രപാദ് എന്ന് പറഞ്ഞത്. സഹസ്രപാദ് എന്ന് പറയുമ്പോൾ 1000കണക്കിന് പാദങ്ങൾ മാത്രമല്ല, 1000കണക്കിന് കൈകൾ, 1000കണക്കിന് സംസാരിക്കുന്ന അവയവമായ വാക്ക്, അത് കർമ്മേന്ദ്രിയമാണ്. ഈ നാവിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് രുചിക്കുക എന്നുള്ളതായിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോ അതിന് രസന എന്ന പേര്. അത് ജ്ഞാനേന്ദ്രിയമാണ്. അതേ നാവ് തന്നെ സംസാരിക്കുമ്പോ അത് രസനയല്ല. അതെന്താണ്? അത് ജിഹ്വ, വാക്ക് എന്നൊക്കെ പറയാം. വാക്കിന്ദ്രിയം അല്ലെങ്കിൽ ജിഹ്വ എന്ന് പറയുന്ന ഇന്ദ്രിയം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോ ഈ നാവിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് കർമ്മേന്ദ്രിയമായിട്ടും ഒന്ന് ജ്ഞാനേന്ദ്രിയമായിട്ടും. അതുപോലെ കൈകൾ എടുക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട്, പാദം സഞ്ചരിക്കാനായിക്കൊണ്ട്. പിന്നെ പായു, ഉപസ്ഥം. പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയം, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനേന്ദ്രിയം. ഇത് കർമ്മേന്ദ്രിയങ്ങളാണ്. ഈ ലോകത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഈ ലോകത്തെ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഇൻലെറ്റുകളാണ്, അകത്തേക്കുള്ള വാതിലുകളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകമായ അക്ഷങ്ങളും
കർമ്മേന്ദ്രിയങ്ങളുടെ പ്രതീകമായി പാദങ്ങളെ കുറിച്ചും പറഞ്ഞു, 1000 പാദങ്ങൾ എന്ന്. അപ്പൊ ഇങ്ങനെ ഈ 3 ശബ്ദം കൊണ്ട് ഈ പറഞ്ഞ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും, ശിരസ്സുള്ള ബുദ്ധിയുള്ള എല്ലാരും പെട്ടു, കർമ്മേന്ദ്രിയങ്ങളുള്ള എല്ലാരും പെട്ടു, ജ്ഞാനേന്ദ്രിയങ്ങളുള്ള എല്ലാരും പെട്ടു, ഞാനും നിങ്ങളും, ഇവിടെയുള്ള ഒരു ഈച്ചയും പൂച്ചയും ഉറുമ്പും പട്ടിയും പശുവും അടക്കം സകല ചരാചരങ്ങളും ഈ വിരാട് പുരുഷന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എല്ലാ കണ്ണുകളും എല്ലാ കാതുകളും ഈശ്വരന്റെ കണ്ണുകളും കാതുകളുമാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മള് സംസ്കാരം ആരെ കാണുമ്പോഴും അവരെ നോക്കി നമസ്തേ എന്ന് പറയുന്നത്. നിന്റെ ഉള്ളില് ഈശ്വര ചൈതന്യത്തെ ഞാൻ കാണുന്നു. നിന്റെ കണ്ണിലൂടെ കാണുന്നത് ആ ഈശ്വരനാണ്. എന്നെ കാണുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണ്. ഞാൻ ആ ഈശ്വരനെ വണങ്ങുന്നു. അതാണ് നമസ്തേ. നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, നിന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതൊക്കെ ആ ഈശ്വരനാണ്. ആ ഈശ്വരനെ ഞാൻ അറിയുന്നു, ഞാൻ ആ ഈശ്വരനെ വണങ്ങുന്നു. ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ട് നമസ്കരിക്കുക. അതാണ് ജ്ഞാനപ്പാനയിലൊക്കെ പൂന്താനം പറഞ്ഞത്, കാണാവുന്ന ചരാചര ജീവിയെ നാണം വിട്ടു കൂപ്പിത്തൊഴുകണം. നമുക്ക് ലജ്ജയില്ലാതെ എല്ലാറ്റിനെയും തൊഴാറാവണം. നിങ്ങൾ വീണ് കിടന്ന് തൊഴുതില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും എല്ലാറ്റിനെയും തൊഴുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. എല്ലാറ്റിലും ഈശ്വരൻ കുടികൊള്ളുന്നു. എല്ലാം നമ്മുടെ എന്താ പറയുക, ബഹുമാനത്തിനും ആദരവിനും പ്രേമത്തിനും പാത്രമാണ് എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളില് നിറയ്ക്കുക. പിന്നെ ഓരോരുത്തരുടെ പെരുമാറ്റത്തിനനുസരിച്ച് നമുക്ക് അകന്നു നിൽക്കാം. മൂർഖൻ പാമ്പിന്റെ ഉള്ളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക് പോണോ? അതിനെ ചെന്ന് അടുത്ത് ചെന്ന് നമസ്കരിക്കണോ? അവിടെ നിന്നോട്ടെ. അതിന്റെ പാട്ടില് നമ്മൾ വേഗം അകന്നു. അത് അതിന്റെ സ്വഭാവം കാണിക്കും. അതിന്റെ വിഷം നമ്മൾക്ക് താങ്ങാൻ ശക്തിയില്ല. പ്രഹ്ലാദനെ പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ വിഷത്തെയും ഭഗവാനായി കാണാനൊക്കെ നല്ല സാമർഥ്യം ഉണ്ടെങ്കിൽ, നല്ല ശക്തി ഉണ്ടെങ്കിൽ ആ വിഷം നമ്മളെ ബാധിക്കില്ല. അപ്പോ എന്തിലും ഈശ്വരനെ മനസ്സുകൊണ്ട് കാണുക. നമ്മുടെ വ്യവഹാരത്തിൽ അതിന് അനുസരിച്ചിട്ടുള്ള ദൂരം പാലിക്കുക. ഏതിനെ എവിടെ നിർത്തണം, എത്രത്തോളം ദൂരം നമ്മൾ നിൽക്കണം എന്ന് തിരിച്ചറിഞ്ഞ് ഇതാക്കുക. അതുപോലെ നമ്മളെ എങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കാവുന്നതാണ് നമുക്ക്. അത് പ്രകൃതി നിയമമാണ്. എല്ലാ ജന്തുക്കളും അവയെ ആക്രമിക്കാൻ ചെന്നാൽ പ്രതിരോധിക്കും. വൃക്ഷങ്ങൾ പോലും, സസ്യജാലങ്ങൾക്ക് പോലും അതിനുള്ള ചില ശേഷികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ മനുഷ്യരായിട്ട് നമ്മളുടെ നിലനിൽപ്പിന് അപകടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രതിരോധിക്കും. അത് തെറ്റല്ല. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ഈ അറിവൊക്കെ നേടിക്കഴിഞ്ഞ് ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ഉറപ്പായി കഴിഞ്ഞാലോ പിന്നെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. എന്നെ തല്ലുന്നവനും ഞാൻ തന്നെയാണ് എന്നെ തല്ലുന്നവനും. അപ്പൊ എനിക്ക് ഭേദഭാവനം ഇല്ല, എനിക്ക് പേടിയില്ല, ഞാൻ മരിക്കുന്നുമില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ മരിക്കുന്നില്ല. കാരണം ഞാൻ ആരാ? ഞാൻ ആത്മാവാണ്, ഈശ്വരനാണ്. ഞാൻ അവനിലൂടെ ജീവിക്കും. ഈ ലോകത്തിൽ എല്ലാറ്റിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് മരണമില്ല. ആ സത്യസാക്ഷാത്കാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നിനെയും പേടിക്കാനുമില്ല, പ്രതിരോധിക്കാനുമില്ല. ആ അവസ്ഥ എത്തണം. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നുള്ള ഒറ്റ മന്ത്രം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സഭൂമി വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം. അതാണ് സഹ, ആ ഈശ്വരൻ, ആ പുരുഷൻ ഭൂമി, ഈ ഭൂമിയെയും വിശ്വത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സർവത എല്ലായിടത്തും വൃത്വ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്തിട്ട് എല്ലായിടത്തും നിറഞ്ഞിട്ട് വർത്തിക്കുന്നു. ഭൂമി വിശ്വതോ വൃത്വ എല്ലായിടത്തും വ്യാപിച്ച് അത്യതിഷ്ഠ ദശാങ്കുലം. ഇതിനെ അതിക്രമിച്ചു നിൽക്കുന്നു. അത്യതിഷ്ഠത് അതിക്രമിച്ചു നിൽക്കുന്നു. ഇതിനെല്ലാം അതീതനായി നിൽക്കുന്നു. ദശാങ്കുലം 10 അങ്കുലം എന്ന് ഒരു എന്താ പറയാ, 10 അങ്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 10 ഇഞ്ച് അല്ലെങ്കിൽ 10 വിരലിന്റെ ദൂരം. അതൊരു എന്താ പറയാ, ഒരു ഉപലക്ഷണമായി പറഞ്ഞതാണ്. ഇതിനൊക്കെ എത്രയോ അതീതമായിട്ട് വർദ്ധിക്കുന്നു.
ഈശ്വരന്റെ യഥാർത്ഥ ഭാവം. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ വിശ്വത്തോ വൃത്വ, വിശ്വം മുഴുവൻ എല്ലായിടത്തും വ്യാപിച്ചിട്ട് ഇതിനൊക്കെ അതീതമായി വർത്തിക്കുന്നു ആ വിരാട് പുരുഷൻ ഈശ്വരൻ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത മന്ത്രങ്ങളിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, വിസ്തരിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് നാളെ 5 മണിക്ക് ശേഷം തുടരാം. നാളെ മുതൽക്ക് 5 മണിക്ക് 6:15 വരെ നമുക്ക് തുടരാം. യജുർവേദ അന്തർഗതമായിട്ടുള്ള വിരാട് പുരുഷ സൂക്തമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാ വേദങ്ങളിലും ഏറ്റവും പ്രധാന സൂക്തമാണ് ഈ പുരുഷ സൂക്തം. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലൊരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എല്ലാം അതും പോലെയൊക്കെ ഈ സമയം അനുവദിക്കുന്നത് പോലെയൊക്കെ നമുക്ക് വിസ്തരിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. താല്പര്യമുള്ളവരെല്ലാം നാളെ 5 മണിക്ക് തന്നെ വരിക. ഹരി ഓം.